ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പരിപാടിയിലാണ് നാം ഇപ്പോഴുള്ളത്. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിൽ കാഫിരീങ്ങളെ മാത്രമായി, മുഅ്മിനീങ്ങളെ മാത്രമായി, മനുഷ്യകുലത്തെ ആകമാനം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തു അന്നൂറിലെ 21-ാമത്തെ ആയത്ത്. ഇതിൽ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്: ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ശൈത്വാന്റെ കാലടികളെ പിന്തുടരരുത്. ശൈത്വാന്റെ കാലടികളെ പിന്തുടർന്നവർക്ക് അവൻ നീചവൃത്തിയിലേക്കും ദുരാചാരത്തിലേക്കും മാത്രമാണ് ഉപദേശം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദയയും കാരുണ്യവും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരും പരിശുദ്ധമാക്കപ്പെടുകയില്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കുന്നവരെ മാത്രമേ അവൻ പരിശുദ്ധപ്പെടുത്തുകയുള്ളൂ. അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ച് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്തെന്നാൽ, സത്യവിശ്വാസികളിലാണ് ശൈത്വാന് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടത്. അവൻ്റെ ജോലി മുഴുവൻ സത്യവിശ്വാസികളിലാണ്. നിഷേധികളായ കാഫിരീങ്ങളായ ആളുകളിൽ അവന് ഇനി ജോലിയില്ല. അവർ സന്മാർഗത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക മാത്രം ചെയ്താൽ മതി. എന്നാൽ സത്യവിശ്വാസികൾ സത്യനിഷേധികളാകേണ്ടത് അവൻ്റെ ആവശ്യമാണ്. അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും സത്യവിശ്വാസികളിലാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളോട് ഓർമ്മയോടുകൂടി, നല്ല ബോധത്തോടുകൂടി ജീവിച്ചുകൊള്ളൂ. ശൈത്വാന്റെ കാലടികളെ പിന്തുടരാൻ എപ്പോഴും ശൈത്വാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ശൈത്വാന്റെ കാലടികൾ പിന്തുടരുന്ന നീചവൃത്തിയിലേക്ക്, ദുർവൃത്തിയിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് കടന്നു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. ഇതിനോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ ബാക്കിയായി പറയുന്നത് അവൻ പരിശുദ്ധപ്പെടുത്തുകയില്ലായിരുന്നു എന്നാണ്. എങ്ങനെ? അവൻ്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളാരും പരിശുദ്ധപ്പെടുക ഉണ്ടായിരുന്നില്ല. നമ്മളാരും മറ്റുള്ള നീചവൃത്തികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടുപ്പിക്കാതെ, അതല്ലെങ്കിൽ അടുത്തു പോകാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കാതെ നമ്മളെല്ലാവരും മാറി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും ദയയും കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും, അല്ലാതെ നമ്മുടെ കഴിവ് മാത്രമാണെന്നുള്ള ഒരു അഹങ്കാരം വന്നുകൊണ്ട് അങ്ങനെ പിശാചിൻ്റെ പാതയിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന്. അപ്പോൾ എല്ലാം കേൾക്കുന്നവനായ, കാണുന്നവനായ അല്ലാഹു, എല്ലാം അറിയുന്നവനായ അല്ലാഹു ഈ മനുഷ്യൻ പിശാചിൻ്റെ കാലടിയെ പിന്തുടർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ശിർക്കായാലും മറ്റ് എന്ത് നീചവൃത്തിയായാലും അവനത് ഭംഗിയാക്കിക്കൊണ്ട്, അലങ്കാരമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കും. അത് ഭംഗിയായിക്കൊണ്ട് കാണിച്ചു തരും. നിങ്ങളത് പ്രവർത്തിക്കും. അലങ്കാരം പോലെ അത് കൊണ്ട് നടക്കുകയും ചെയ്യും ജീവിതത്തിൽ എന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ആയത്തിലൂടെ. സത്യമായിട്ടും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇന്ന് നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യുവതലമുറ ഇന്നത്തെ ഡ്രസ്സിലായാലും, അവരുടെ തലമുടിയിലായാലും, അവരുടെ മേക്കപ്പിലായാലും അതൊന്നും ഒരു നീചവൃത്തിയല്ല, അതൊന്നും എല്ലാം നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് പോലും എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചോദിച്ച് അവരുടെ അലങ്കാരം പോലെ, അവരുടെ ഒരു അവകാശം പോലെ നമുക്ക് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം തക്കതായ ഒരു മറുപടിയാണ് ഈ ആയത്തിൽ. ഇതെല്ലാം പിശാചിൻ്റെ കാലടികളാണ്, പിശാചിൻ്റെ വഴിയാണ്, അത് പിന്തുടരുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള
വൃത്തികേടിൽ നിന്ന്, നീചവൃത്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർത്ത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.